ഹായ് എവരി വൺ, എക്വ ബ്രോഡ്കാസ്റ്റ് എഡ്യൂസൈക്കോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അഷ്റഫ് കീച്ചേരി. നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, മനഃശാസ്ത്രം, രക്ഷാകർതൃത്വം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തു വരുന്നു. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടും നിങ്ങൾ നൽകുന്ന പിന്തുണയും ഏറെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇന്ന് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കൗമാരക്കാർ കേട്ടാൽ മതി എന്നതാണ്. നമുക്കറിയാം, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൗമാരം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതാണ് വളരെ പ്രധാനപ്പെട്ട 4 സ്റ്റേജുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റും കോളും നിറഞ്ഞ കാലഘട്ടമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിച്ച ഒരു കാലമാണ് കൗമാരം. പ്രായപരിധിയിൽ സാമൂഹിക പശ്ചാത്തലവും പ്രകൃതിയും സാഹചര്യവും ഒക്കെ ഇടപെടുന്നത് കൊണ്ട് തന്നെ ഇന്ന് കൗമാരത്തിൻ്റെ ഏജ് ലിമിറ്റ് താഴോട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം 10 വയസ്സ് കഴിഞ്ഞാൽ ഒരു 15-18 വയസ്സുവരെ നമുക്ക് കൗമാരത്തിൻ്റെ പ്രായമായി ഗണിക്കേണ്ടി വരും. ഏതായാലും പ്രിയപ്പെട്ട കൗമാരക്കാരോട് ഉണർത്താനുള്ളത്, നിങ്ങൾക്കിത് പൊട്ടിത്തെറിയുടെ കാലഘട്ടമാണ്. നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സാണ്, കൂട്ടുകാരാണ്. നിങ്ങൾക്ക് എല്ലാം. എന്നെ ആർക്കും വേണ്ട, എന്നോട് മാത്രം വിരോധം, നിങ്ങൾക്കെന്തറിഞ്ഞു? ഇങ്ങനെയൊക്കെയാണ് മിക്കപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിക്കുന്നത്. അഥവാ നിങ്ങളുടെ നന്മയും വിജയവും മാത്രം ലക്ഷ്യം വെച്ച് നിങ്ങളെ ഉപദേശിക്കുന്ന നിങ്ങളുടെ മുതിർന്നവരെ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. അവർ ലോകം തിരിയാത്തവർ, അതല്ലെങ്കിൽ അവർ വെറുപ്പിക്കൽസ് എന്ന ഒരു സിംഗിൾ ടേമിൽ നിങ്ങളവരെ മാറ്റി നിർത്തുന്നു. പലപ്പോഴും നിങ്ങളുടെ തീക്ഷ്ണ സ്വഭാവം, നിങ്ങളുടെ പൊട്ടിത്തെറിയുടെ പ്രത്യാഘാതം, അതല്ലെങ്കിൽ വേദന ഏറ്റവും നന്നായി അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവർ പോലും ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറത്ത് പലപ്പോഴും നിങ്ങൾ അറിയാതെ പ്രതികരിച്ചു പോകുന്നു, അനിയന്ത്രിതമായി പ്രകടിപ്പിച്ചു പോകുന്നു എന്നത് ഒരു വാസ്തവമാണ്. ഇവിടെ നമ്മുടെ പ്രായത്തിന്റെ പ്രത്യേകത നാം മുൻകൂട്ടി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്താൽ കൗമാരം എന്ന ആ ഘട്ടം, അല്ലെങ്കിൽ കൗമാരം എന്ന ഈ സ്റ്റേജ് നമുക്ക് വളരെ മനോഹരമായി, വളരെ ഭംഗിയായി ഓവർകം ചെയ്യാൻ കഴിയും എന്നതും വാസ്തവമാണ്. നിരന്തരം നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായാൽ മതി, എൻ്റെ മാനസികാവസ്ഥ ഈ കാറ്റും കോളും നിറഞ്ഞതാണ്, അതല്ലെങ്കിൽ തിരമാല കണക്കെ ആർത്തടിച്ചു വരുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ നിയന്ത്രണവും കൃത്യമായ ധാരണയും കൃത്യമായ ആലോചനയോടും കൂടെയാവണം എൻ്റെ പെരുമാറ്റവും എൻ്റെ പ്രതികരണവും മാതാപിതാക്കളോടും മുതിർന്നവരോടും അധ്യാപകരോടും എന്ന് തുടങ്ങിയുള്ള ചിന്ത നാം നമ്മുടെ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് കൗമാരം ഭംഗിപൂർവം, അതല്ലെങ്കിൽ പ്രയാസം കൂടാതെ തരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗം. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ മുതിർന്നവരെ നന്നാക്കിയോ മുതിർന്നവരുടെ പിറുപിറുക്കൽ നിർത്തിച്ചോ അച്ഛൻ്റെയും അമ്മയുടെയും മുറുമുറുപ്പ് ബ്ലോക്ക് ചെയ്യിപ്പിച്ചോ നമുക്ക് സ്വൈര്യവിഹാരം നടത്താൻ കഴിഞ്ഞെന്നു വരില്ല. അപ്പോൾ ഒന്നാമതായി നാം നമ്മുടെ ഏജിനെ കുറിച്ച്, നാം നമ്മുടെ പ്രത്യേകതയെക്കുറിച്ച് സ്വയം ബോധവാന്മാരാവുക എന്നതാണ് വളരെ പ്രധാനം. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ മുതിർന്നവർ നമ്മെ ഉപദേശിക്കുന്നതും നമ്മെ നിയന്ത്രിക്കുന്നതും നമ്മെ നിർദ്ദേശിക്കുന്നതും അത് നമുക്ക് വേണ്ടി മാത്രമാണ് എന്ന തോന്നൽ ഇടയ്ക്കിടെ നാം നമ്മോട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യാതൊരുവിധ നിയന്ത്രണത്തിൻ്റെയും ചങ്ങലകളില്ലാതെ സ്വതന്ത്ര വിഹായസിലേക്ക് പറന്ന് ആർത്തട്ടഹസിച്ച് പറന്നുല്ലസിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന നിങ്ങളെ, തയ്യാറെടുക്കുന്ന നിങ്ങളെ സത്യത്തിൽ സഹായിക്കുകയാണ് ഈ ഉപദേശം കൊണ്ടും നിർദ്ദേശം കൊണ്ടും നിയന്ത്രണം കൊണ്ടും എന്ന് നമ്മൾ ഓർത്തിരുന്നാൽ മതി. അഥവാ നമ്മോടൊപ്പം അച്ഛനില്ലാത്ത, അമ്മയില്ലാത്ത, മുതിർന്നവരാരുമില്ലാത്ത ഒരു സമയം നാം സ്വയം നിയന്ത്രിതരാകുന്നതിനു വേണ്ടിയും നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിച്ചു നിർത്തി നമ്മുടെ ഭാവിയും നമ്മുടെ വർത്തമാനവും ഭാസുരമാക്കുന്നതിനു വേണ്ടിയുമാണ് ഈ ഉപദേശകരും ഈ നിർദ്ദേശകരും പ്രയത്നിക്കുന്നത്, പരിശ്രമിക്കുന്നത് എന്ന ചിന്ത നാം നമ്മുടെ മനസ്സിൽ രണ്ടാമതായി ഇൻസ്റ്റാൾ ചെയ്താൽ കൗമാരം നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. മൂന്നാമതായി, ഈ സമയവും കടന്നു പോകും എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. നാം ചോരത്തിളപ്പിൽ, അതല്ലെങ്കിൽ കൂട്ടുകാരുടെ പ്രേരണയ്ക്ക് വശംവദരായി നാം പൊട്ടിത്തെറിക്കുമ്പോൾ
മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുമ്പോൾ, അധ്യാപകരെ നിസ്സാരവൽക്കരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് നാളെ അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് നാം ആണ് അനുഭവിക്കേണ്ടി വരിക. ഒരുപക്ഷെ അത് കാണുന്നതിനോ ആ സമയത്ത് നമ്മെ ആശ്വസിപ്പിക്കുന്നതിനോ ആരും തന്നെ നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല എന്നുകൂടി നാം ഓർത്തെടുത്തുകൊണ്ടേയിരുന്നാൽ നമുക്ക് നമ്മുടെ കൗമാരം ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയും. പട്ടം പറത്തുകാരൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് പട്ടത്തിനുള്ള സൗന്ദര്യവും അതിനുള്ള പറക്കാനുള്ള ശേഷിയും എന്ന് നാം തിരിച്ചറിയണം. മനോഹരമായി ആകാശത്ത് പറന്നുയർന്നു കളിക്കുന്ന പട്ടവും പലപ്പോഴും ചിന്തിക്കുന്നത്, ഈ നൂൽ ഒന്ന് പൊട്ടിച്ചെങ്കിൽ എനിക്ക് ഉയരങ്ങളിൽ വീണ്ടും പറക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. പക്ഷേ അത് തെറ്റായ ചിന്തയാണെന്ന് പട്ടത്തിന് പോലും അറിയുന്നില്ല എന്നതാണ് വാസ്തവം. എന്നതുപോലെ നമ്മൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതാണ്. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന്, മുതിർന്നവരുടെ നിയന്ത്രണത്തിൽ നിന്ന്, അധ്യാപകരുടെ നിയന്ത്രണത്തിൽ നിന്ന് നമുക്ക് ഒന്ന് ഒഴിവായി കിട്ടിയെങ്കിൽ എന്ന്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടതില്ല, ആ ഒഴിവായിട്ടുള്ള പറക്കൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്ന പറക്കലാവുമെന്ന്. അത് ഒരിക്കലും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയില്ല. നൂൽ മുറിഞ്ഞ പട്ടത്തെ പോലെയായിരിക്കും എന്ന് നാം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കൗമാരം നമുക്ക് ആസ്വദിക്കാൻ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രായത്തിന്റെ പ്രത്യേകത സ്വയം മനസ്സിലാക്കുക, 1. 2. നിയന്ത്രണങ്ങൾ സകലതും നമുക്ക് വേണ്ടി മാത്രമാണ് നിർണയിച്ചിട്ടുള്ളതും നിർദ്ദേശിച്ചിട്ടുള്ളതും എന്ന് ഓർമ്മിക്കുക. അവസാനമായി ഈ സമയവും കടന്നുപോകും എന്ന ചിന്ത നാം നമ്മുടെ മനസ്സിൽ നിലനിർത്തുക. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.